നമ്മൾ എക്സിബിഷനിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഫോർമാലിറ്റീസ് GST നിയമത്തിൽ വേണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരു മേള അല്ലെങ്കിൽ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഐറ്റംസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് ഫർണിച്ചർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് കൊണ്ടുപോയി അതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എക്സിബിഷനും ഒപ്പം തന്നെ വിൽപ്പനയും നടത്തുകയാണ്. പലരുടെയും വിചാരം ഇതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ ഒന്നും വേണ്ട, കൊണ്ടുപോയി വിറ്റ് ടേൺ ഓവർ 20 ലക്ഷത്തിൽ കുറവാണ് അല്ലെങ്കിൽ 40 ലക്ഷത്തിൽ കുറവാണ്, അതുകൊണ്ട് GSTയുമായി ബന്ധപ്പെട്ട് യാതൊരു കംപ്ലയിൻസിൻ്റെയും ആവശ്യമില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു എക്സിബിഷന് നമ്മൾ ഐറ്റംസ് കൊണ്ടുപോകുമ്പോൾ നിർബന്ധമായും GST നിയമത്തിൽ അത് കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു സെഗ്മെൻ്റാണ്. ഈ കൂട്ടരെ കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ CTP എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കാഷ്വൽ ട്രേഡേഴ്സ് GST നിയമപ്രകാരം നിർബന്ധമായും രജിസ്ട്രേഷൻ എടുത്തിട്ട് വേണം ഐറ്റംസ് കൊണ്ടുപോകാൻ. അഡ്വാൻസ് ആയിട്ട് ഒരു ടേൺ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് അതിനാവശ്യമായ ടാക്സ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടും. ഇത് സാധാരണഗതിയിൽ 90 ദിവസത്തേക്ക് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ എക്സിബിഷൻ നീണ്ടുപോവുകയാണെങ്കിൽ വീണ്ടും ഓഫീസറുടെ പ്രയർ അപ്രൂവലോട് കൂടി ഒരു 90 ദിവസവും കൂടി നമുക്ക് ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ മാക്സിമം 6 മാസ കാലാവധിയിലോട്ട് മാത്രമേ ഈ കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ എന്നുള്ള നിലയിൽ രജിസ്ട്രേഷൻ അനുവദനീയമായിട്ടുള്ളൂ എന്ന് ചുരുക്കം. മറ്റൊരു പ്രത്യേകത, കോമ്പൗണ്ടിങ് തുടങ്ങിയ യാതൊരു ആനുകൂല്യങ്ങളും ഈ കൂട്ടർക്കില്ല. സാധാരണ രീതിയിൽ ടാക്സ് പേയേഴ്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ GSTR 1ഉം 3Bയും എല്ലാം ഫയൽ ചെയ്ത് വേണം പോകുവാൻ. മാത്രവുമല്ല, എക്സിബിഷൻ തീർന്നതിന് ശേഷം GSTR 10 എന്നുള്ളൊരു ഫോം വഴി റിട്ടേണും കൂടി നമ്മൾ ഫയൽ ചെയ്ത് ആനുവൽ റിട്ടേൺ പോലെ ഫയൽ ചെയ്ത് വേണം ഇതിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ. അതിനുശേഷം അടച്ച ടാക്സ് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടും. അല്ലാത്ത പക്ഷം അങ്ങോട്ട് അടച്ച് ഒരു അസസ്മെൻറ്റ് പോലെയുള്ള പ്രൊസീജിയർ കൂടി ഇതിൻ്റെ അകത്ത് പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് കാഷ്വൽ രജിസ്ട്രേഷൻ നിർബന്ധമായും GSTയിൽ രജിസ്ട്രേഷന് വിധേയമാണ്. മേള തുടങ്ങിയ സന്ദർഭങ്ങളിൽ എക്സിബിഷന് കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക് യു.